ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്നാണ് കാണാൻ പോണത്. അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്നാണ് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഞ്ഞിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ പണിയൊക്കെ കാണാം. അപ്പം ഞാൻ കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ചിക്കനാണ് വന്ന വഴി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതാകുമ്പോൾ ഇനി വെട്ടിയൊന്നും വേണ്ടല്ലോ, നേരെ കഴുകി അടുപ്പിൽ കയറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതേ ചിക്കൻ ഇന്ന് വറുക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചിക്കൻ 2-3 വട്ടം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിൻ്റെ ചോരയൊക്കെ പോകണമല്ലോ, അല്ലെന്നാണെങ്കിൽ നമ്മൾ വറുക്കുമ്പോഴത്തേനും ഒരു ചീത്ത ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നുറുക്കാത്ത കഷ്ണമൊക്കെ നന്നായിട്ട് ഒന്ന് വേർതിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുക്കാൻ വേണ്ടി എടുക്കാൻ പോണ മസാലയിലോട്ട് വേണ്ട സാധനങ്ങളാണ് ഇനി കാണാൻ പോണത്. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വേപ്പിലയും ചേർത്ത് അരക്കാം. പക്ഷെ എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അങ്ങോട്ട് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ വറുക്കുമ്പോഴത്തേനും വേപ്പില ഡയറക്റ്റ് വറുക്കണതിലോട്ട് ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ചിക്കത്തിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ ഉപ്പ്, കോൺഫ്ലവർ, പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനത് അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ വറുക്കാനുള്ള പരിപാടി നോക്കാൻ പോണേണ്. അപ്പോൾ അതേ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഇങ്ങനെ വെച്ചേക്കണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടൽ കയറും. അപ്പോൾ ഫ്രിഡ്ജിനെ കടൽ കയറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് എടുത്ത് തട്ടിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കിയപ്പോഴത്തേനും നമ്മുടെ ഈഗുവിന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വെക്കം തന്നെ ആ എണ്ണയിൽ തന്നെ പോപ്കോൺ ഇട്ട്. അപ്പോൾ അവളത് നോക്കി നിൽക്കണേ. പോപ്കോൺ വേണോ? അപ്പോൾ പോപ്കോൺ വറുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിക്കൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഞാനപ്പോൾ ഈ ചിക്കൻ വറുക്കണതിൽ അങ്ങനെ നിറത്തിനായിട്ടുള്ള പൊടികളൊന്നും ചേർക്കാറില്ല കേട്ടോ. നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്.
അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇന്നത്തെ ഉച്ചക്കത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്. അപ്പം ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ടാറ്റ.